Hello friends, welcome to SR Physics Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലഗ്രാഞ്ചിയൻ ഇക്വേഷൻസ്. നമ്മൾ സ്കൂൾ മുതൽ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്, അല്ലേ? ആ മെക്കാനിക്സിനെ മോഡിഫിക്കേഷൻ ചെയ്തതിൻ്റെ പേരാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയാം. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കേട്ടിട്ടുള്ള നമുക്കറിയാവുന്നതാണ് ന്യൂട്ടൺ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അല്ലെങ്കിൽ വൺ മോർ ലോ ഉണ്ട്, ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അല്ലേ? ഇത് ബേസ് ചെയ്തിട്ട് ഒരുപാട് ഫിസിക്സിന്റെ വേൾഡ് എന്ന് പറയാൻ വേണമെങ്കിൽ അത് റിലേറ്റഡ് ടു ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് ന്യൂട്ടൺ. പക്ഷെ പിന്നീട് ചില കാര്യങ്ങളിൽ ന്യൂട്ടൺ മെക്കാനിക്സിന്റെ അതിൻ്റെതായ ചെറിയ പോരായ്മകളും ഉണ്ടായിരുന്നു. അതിൽ വന്ന ആ പോരായ്മകളിൽ നിന്നും എന്താ പറയുക, കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ കൂടുതലും ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂട്ടോണിയൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടൺസിന്റെ കുറച്ച് എന്തൊക്കെയാണ് ആ മോഡിഫിക്കേഷൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് ഇൻ ന്യൂട്ടോണിയൽ മെക്കാനിക്സ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻവോൾവ് വെക്ടർ ക്വാണ്ടിറ്റീസ്. നമുക്കറിയാം ന്യൂട്ടൺസിൽ ഏതിനെടുത്താലും നമുക്ക് മെയിൻ എന്തായിരിക്കും, വെക്ടർ ക്വാണ്ടിറ്റീസ് ആയിരിക്കും, അല്ലേ? എക്സാമ്പിൾ എന്താണ്, ലൈക്ക് ഫോഴ്സ് എന്നും ആക്സിലേഷൻ എന്നും മൊമെന്റം എന്നും വെലോസിറ്റി എല്ലാം. അപ്പം ഇതിൽ എന്താ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇത് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ വെക്ടർ ഡയറക്ഷന് കൊടുക്കുന്നു, അത് റിലേറ്റഡ് ടു ഒത്തിരി വെക്ടർ കാൽക്കുലേഷൻ വരുന്നു, പ്രോഡക്റ്റ് ഫോം ആവുന്നു, അതൊരു ലെന്തി പ്രോസസ് ആവുന്നു. ചിലപ്പം അതിൻ്റെതായ എന്താ പറയാ 2 pages 3 pages കാൽക്കുലേഷൻസ് വരാം, ടൈം ഒരുപാട് എടുക്കുന്നുണ്ട്, അങ്ങനെ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സോ ദിസ് ഇൻവോൾവ് ദ ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറെ റിലേറ്റഡ് ടു. പിന്നെ രണ്ടാമത് നമുക്ക് ചെറിയ കാര്യം പറയാം, ന്യൂട്ടൺ ലോ വാലിഡ് ഓൺലി ഇൻ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറയാണ്, അല്ലേ? പക്ഷെ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഇപ്പം ഇനർഷ്യൽ ഫ്രെയിം ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെനെവർ ദ ഗിവൺ ഫ്രെയിം ഓഫ് റെഫറൻസ് is stationary or moving with uniform velocity, then that frame of reference ന് എന്താ പറയാം, inertial frame എന്ന് നമുക്ക് പറയാം. പക്ഷെ എന്താ പറയാ ന്യൂട്ടോണിയൽ മെഷീൻസിൽ വന്ന് that do not hold in non inertial frame. എന്തുകൊണ്ടാണ്? ഇതിൽ വന്നിട്ട് the frame of reference is moving with an acceleration, അല്ലേ? നമ്മൾ ഇടയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പറയാ സൂഡോ ഫോഴ്സ് എന്നൊക്കെ പറയും, അല്ലെ? ഇത് കാരണം നമുക്ക് ഇതൊരു ദാറ്റ് ഡു നോട്ട് ഹോൾഡ് ഇൻ നോൺ ഇനർഷ്യ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസിന്റെ ലോയിൽ ഇത് അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ആക്സിലേറ്റഡ് ഓർ റൊട്ടേറ്റഡ് മോഷൻ. പിന്നെ വേറെ ഒന്ന് വന്നിട്ട് ന്യൂട്ടൺ മെക്കാനിക്സ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് വിച്ച് ആർ മൂവിങ് വിത്ത് ഹൈ സ്പീഡ് ക്ലോസ് ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, അല്ലേ? ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ പറയാ ദ വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ അതേ സ്പീഡിൽ തന്നെ ഇപ്പോഴും ചില പാർട്ടിക്കിൾ അല്ലെങ്കിൽ അതിനടുത്ത് വരെ പോകുന്നു എന്ന് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതും അവിടെ ഒരു ന്യൂട്ടൺ മെക്കാനിക്സിന്റെ ഫെയിൽ ടു എക്സ്പ്ലെയിൻ, ഡീറ്റെയിൽ ആയിട്ട് ന്യൂട്ടൺ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയാ F = ma എന്ന് പറയുന്ന ന്യൂട്ടൺസിന്റെ സെക്കൻഡ് ലോയിൽ തന്നെ മാസ് വന്നിട്ട് എന്താ പറയാ കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലേ? പക്ഷെ ചില ടൈമിൽ മാസ് വന്നിട്ട് വേരിയും ചെയ്യാൻ പറ്റുമല്ലോ, അല്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത് F ഫോഴ്സ് = ma എന്നാ പഠിച്ചിട്ടുള്ളത്, അല്ലേ? ഇതിൽ മാസ് വന്നിട്ട് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും വിത്ത് ആക്സിലേഷൻ. ഈ രണ്ടിന്റെയും പ്രോഡക്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ചില ടൈമിൽ ചില സിറ്റുവേഷൻസിൽ മാസ് വന്നിട്ട് കോൺസ്റ്റന്റ് അല്ല, അതിന് വേരിയേഷൻ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത് ടോട്ടലി മാറുകയല്ലേ, അല്ലെ? ഇതും വന്നിട്ട് ഒരു എന്താ പറയാ ലാക്ക് ഓഫ് എന്താ പറയാ എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ നമുക്ക് എന്താണ് ലഗ്രാഞ്ചിയന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പഠിക്കാം. പക്ഷെ ഇവിടെ the mechanics is a reformulation of classical mechanics. Okay, ഈ മെക്കാനിക്സിന്റെ റീഫോർമുലേഷൻ ആണ് എന്തോന്നാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. ആരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇറ്റാലിയൻ ഫ്രഞ്ച് മാത്തമെറ്റീഷ്യൻ ആൻഡ് ആസ്ട്രോണമർ ജോസഫ്, ഫുൾ നെയിം എന്താണ്, ജോസഫ് ലൂയിസ് ലഗ്രാഞ്ചി. ഇൻ ദ ഇയർ 1788 അദ്ദേഹം വന്നിട്ട് ഈ ഫിസിക്സില് ന്യൂട്ടന്റെ വെക്ടർ ക്വാണ്ടിറ്റീസിന് പകരം എന്ത് ആഡ് ചെയ്തു, സ്കെയിലർ
സ്കെയിലർ ക്വാണ്ടിറ്റിയിലോട്ട് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ Lagrange's for classical mechanics is defined as the difference between kinetic energy and potential energy of the object or system. Okay. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞു അദ്ദേഹം, അവര് മെക്കാനിക്സിൽ നിന്നും അതിന്റെ മോഡിഫിക്കേഷൻ ചെയ്തതാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ വേറൊരു പോയിന്റ് വന്നു, അത് അദ്ദേഹം ചെയ്തത് ഒരു സ്കെയിലർ ഫംഗ്ഷൻ ആണ് എടുത്തത്. ആ എന്തൊക്കെ ന്യൂട്ടൺസിന്റെ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ അതിനെല്ലാം ചേഞ്ച് ചെയ്തു സ്കെയിലർ ഫംഗ്ഷനിലോട്ടോ. സ്കെയിലർ ഫംഗ്ഷനാണ് അദ്ദേഹം മെയിൻ ഫോക്കസ് ചെയ്തത്. പിന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എനർജി ബാലൻസ്. എനർജിയെ കുറിച്ചാണ് ഫസ്റ്റ് അദ്ദേഹം റിസർച്ച് ചെയ്യാൻ, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് ഇമ്പോർട്ടൻ്റ് അല്ലേ. സോ അപ്പൊ എനർജിയെ കുറിച്ച് തന്നെ ചെയ്യാം. അപ്പൊ എന്താണ് എനർജി എന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ അറിയാം അല്ലേ. Lagrangian for classical mechanics it is defined as എന്ത് ചെയ്തു അദ്ദേഹം, ഡിഫറൻസ് ബിറ്റ്വീൻ, നമുക്ക് ആൾറെഡി അറിയാം അല്ലെ, പഠിച്ചിട്ടുള്ളതാണ്, കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഒബ്ജക്റ്റ്. പക്ഷെ ഇവിടെ ലഗ്രാഞ്ചിയൻ അതിന്റെ നമ്മൾ എന്താ ചെയ്തു, വെക്ടർ സ്കെയിലർ ക്വാണ്ടിറ്റിയിലോട്ടാക്കി. അദ്ദേഹം ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതിന് നമ്മൾ എന്താ പറയുക ടി എന്നും വി എ പൊട്ടൻഷ്യൽ എനർജി എന്നും ചേഞ്ച് ചെയ്തു. ഓക്കെ, ചേഞ്ച് ചെയ്തൊന്നുമല്ല, അതിന് ആ ഒരു പേര്, അതിന് അദ്ദേഹത്തിന്റെ ഒരു ലെറ്റർ തന്നെ ഇട്ടു, ലഗ്രാഞ്ചിയുടെ എൽ എന്ന് ഇട്ടു. സോ എൽ ഈക്വൽ ടു ടി മൈനസ് വി എന്ന് പറയുന്ന ഒരു ലഗ്രാഞ്ചിയന്റെ ഒരു ഇത് കൊണ്ടുവന്നു അല്ലേ. അപ്പൊ ലഗ്രാഞ്ചിയൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാം, എൽ ഈക്വൽ ടു ടി മൈനസ് വി. ആൾറെഡി നമുക്കറിയാം ടി എന്താണ്, കൈനറ്റിക് എനർജി ആണെന്നും വി എന്ത് പറയും, പൊട്ടൻഷ്യൽ എനർജി ആണെന്നും പറയും. അതിന്റെ ഡിഫറൻസിനെയാണ് എൽ ഈക്വൽ ടു ടി മൈനസ് വി. ഓക്കെ, പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആ പഠിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതേ ടൈം തന്നെ നമുക്ക് വേറൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു, ഇതിനെ ഇവിടെ പഠിച്ച രണ്ടിന്റെ ഡിഫറൻസ് അല്ലേ. പക്ഷെ ഹാമിൽട്ടൺ സയന്റിസ്റ്റ് എന്ത് ചെയ്തു, പൊട്ടൻഷ്യലിന്റെയും കൈനറ്റിക് എനർജിന്റെയും സം എന്താണെന്ന് കണ്ടുപിടിച്ചു. അത് നമുക്ക് കുറച്ചുകൂടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ടിൽ പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ ഇവിടെ ഇവർ രണ്ടുപേരുടെയും അല്ലെ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചിയന്റെയും ഹാമിൽട്ടണിന്റെയും സയന്റിസ്റ്റിന്റെയും കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ആദ്യം ലഗ്രാഞ്ചിൽ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിച്ചെന്ന് വെച്ചാൽ ഇത് ബേസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ട് അല്ലെ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ബേസിക് അറിയണം, എന്താണ് ലഗ്രാഞ്ചിയൻ. അത് കഴിഞ്ഞാലേ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ലഗ്രാഞ്ചിയൽ ഇക്വേഷൻ, ലഗ്രാഞ്ചിയൽ ഡെറിവേഷനിലോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. സോ പിന്നെ ഇത് ഒന്നുകൂടെ പറയാനുള്ളത്, ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ സിസ്റ്റം ഇൻ എനി സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ആണ് കേട്ടോ. ഇവിടെ ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഒബ്റ്റെയിൻ ഇക്വേഷൻ ഓഫ് മോഷൻ. നമുക്ക് സെറ്റ് ഓഫ് കോർഡിനേറ്റ്സിനാണ്. നമുക്ക് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൾറെഡി അറിയാലേ, എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ്. അത് ബേസ് ചെയ്തിട്ടാണ് ഈ ലഗ്രാഞ്ചിയൽ ഇക്വേഷൻസിൽ വരുന്നത്. സോ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം വരും, കൺസ്ട്രെയിൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പിന്നെ അറിയേണ്ടത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് അറിഞ്ഞിരിക്കണം. പക്ഷെ എന്താ പറയാ, ഇതെല്ലാം അറിഞ്ഞിരുന്നാലേ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ നമുക്ക് ലഗ്രാഞ്ചിയൽ ഇക്വേഷനിലോട്ട് പോകാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷന്റെ മെയിൻ എന്താ പറയാ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് മെയിൻ എന്താ പറയാ റിലേറ്റഡ് ടു വരുന്ന വേർഡുകളാണ്. അപ്പൊ എന്താണ് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പഠിക്കാം. In order to introduce the Lagrangian equation, it is important to first consider the degree of freedom. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് നമുക്ക് DOF എന്നും പറയാം. അപ്പൊ ഈ DOF ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോർഡിനേറ്റ്സ്. എത്ര കോർഡിനേറ്റ് ആണോ പറയുന്നത് അതിനെ നമുക്ക് പറയാം അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്പർ ഓഫ് കോർഡിനേറ്റ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഫ്രീഡം. നമുക്കിപ്പം എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാം. ദ നമ്പർ ഓഫ് വേസ് ഇൻഡിപെൻഡന്റ് മോഷൻ ഓർ ദ നമ്പർ ഓഫ് വേസ് ഓഫ് എക്സ്ചേഞ്ചിങ് എനർജി അല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് നമ്മളൊരു പാർട്ടിക്കിൾ എടുത്തോ അല്ലേ. നമുക്ക് അറിയാം ഒരു പാർട്ടിക്കിൾ അത് ഒരു വൺ ഡയമെൻഷണൽ ആണെങ്കിൽ അതിനെ എന്തോ പറയും നമ്മൾ, എക്സ് ഡയറക്ഷൻ എക്സ് ആക്സിസ് എന്ന് പറയും. ഇതിനെ പറയുന്നത് എന്താണ്, വൺ ഡയമെൻഷൻ.
സപ്പോസ് ഇത് വന്നിട്ട് 2 ഡയമെൻഷനിലാണെങ്കിൽ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, 2 ഡയമെൻഷനിലാണെങ്കിൽ പ്ലെയിൻ മോഷൻ അല്ലേ, ഇതിനെന്താ പറയും? അപ്പൊ ഏതൊക്കെ കോർഡിനേറ്റ്സ് ഇവിടെ വരും? എക്സ് ആൻഡ് വൈ. ക്ലിയർ? സപ്പോസ് 3 കോർഡിനേറ്റ് ആണ് വരുന്നെങ്കിൽ എന്തു പറയും? എക്സ് വൈ ഇസഡ്. അറിയാലോ. സോ ഇവിടെ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ ഫ്രീ സ്പേസ്, ദ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 3 ആണ് എന്ന് പറഞ്ഞാൽ, ഒരു 3 ഡയമെൻഷനിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ വന്നിട്ട് എക്സ് ആക്സിലോട്ടും പോവാം, വൈ ആക്സിസിലോട്ടും പോവാം, ഇസഡ് ആക്സിസിലോട്ടും പോവാം അല്ലെ. ഇതൊരു പാർട്ടിക്കിൾ ആണെന്ന് വെച്ചോ. ഇതിന്റെ ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആക്സിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സപ്പോസ് ഇത് വൈ ആക്സ്, ഓക്കെ വൈ അല്ലെങ്കിൽ ഇത് എക്സ് എന്ന് എടുത്തു. എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാം ഈ പാർട്ടിക്കിളിന് വൈ ആക്സിസിലോട്ട് മൂവ് ചെയ്യാം, ഇസഡ് ആക്സിസിലോട്ടും മൂവ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ദാറ്റ് മീൻസ് പാർട്ടിക്കിൾസ് മൂവിങ് ഇൻ എ ഫ്രീ സ്പേസ്, the number of degree of freedom is, ഇവിടെ എത്ര കോർഡിനേറ്റ് ഉണ്ട്? 3 കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? 3 ആണ്. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു, എത്രയാണോ നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് ഉള്ളത് അത് ഈക്വൽ ആണ് അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 2 ഡയമെൻഷന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? എക്സ് ആൻഡ് വൈ. അപ്പൊ 2 ഡിഗ്രി എന്ന് പറയാം. പക്ഷേ ഓക്കെ, അതിന് മുമ്പ് ഒന്നുകൂടി ചെയ്യട്ടെ. Similarly, n particle moving in a free space. Free space എന്ന് പറഞ്ഞാൽ ഇവിടെ 3 എന്ന് പറഞ്ഞു അല്ലേ. സപ്പോസ് ഇതിൽ n പാർട്ടിക്കിൾ ആണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ പറയും? 3n ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പം 3n എന്ന് പറഞ്ഞാൽ സപ്പോസ് n എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, നിറച്ച് ഒരു 100 പാർട്ടിക്കിൾ എന്ന് വെച്ചോ. അപ്പൊ 3 × 100 എന്താ പറയാം? 300 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, ഈ പാർട്ടിക്കിൾ, സപ്പോസ് ദ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എന്താ പറയാ, ഒരു മൂവ് ചെയ്യുമ്പോൾ ഒരു കൺസ്ട്രെയിൻ ഉണ്ടാവാം. അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ കൺസ്ട്രെയിൻസ്? ഓക്കെ, അതായത് ഒരു തടസ്സം, റിസ്ട്രിക്റ്റഡ് ഉണ്ടാവില്ലേ? നമുക്കൊരു എക്സാമ്പിൾ എടുത്താലോ. ഇവിടെ ഇതൊരു സിമ്പിൾ പെൻഡുലം ആണെന്ന് വെച്ചോളൂ. ഓക്കെ, ഞാനൊരു സിമ്പിൾ പെൻഡുലം ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇത് സിമ്പിൾ പെൻഡുലം നമ്മൾ ടൈപ്പ് ചെയ്തു വിത്ത് അതിൻ്റെ എൻഡിൽ എന്താണ്? ഒരു ബോബ് ഉണ്ട്. ക്ലിയർ ആയല്ലോ? സിമ്പിൾ പെൻഡുലത്തിന് ഇവിടെ ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ടൈറ്റ് ആകുമ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഓൺലി ഓക്കെ, ടു ആൻഡ് ഫ്രോ ആയിരിക്കല്ലേ അല്ലേ? ഇതായിരിക്കും, ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റിലായിരിക്കാം. അപ്പം അതിൻ്റെ ആക്സിസ് എന്താണ് നമുക്ക് പറയുന്നത്? എക്സ് എന്നും വൈ എന്നും വെച്ചോ. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എത്രയാണ്? എക്സ് ആൻഡ് വൈ. പക്ഷെ ഇവിടെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. ഈ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ ത്രെഡിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഏതെങ്കിലും ഒരു എന്താ പറയാ, ഒരു മൂവ്മെന്റ്, ലിമിറ്റേഷൻ ഓഫ് റിസ്ട്രിക്ഷൻ ഓൺ ദ മോഷൻ, ഏത് സിറ്റുവേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിനൊരു റിസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ സിമ്പിളത്തിന് സപ്പോസ് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ പറയാ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്രീ മൂവ്മെന്റ് ചെയ്യാം അല്ലേ. പക്ഷെ ഈ കേസിൽ വന്നിട്ട് ഒരു എൻഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫിക്സ് ചെയ്യുമ്പോൾ അതിനൊരു റിസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞു. സോ ഇൻ ദിസ് കേസ് നമുക്ക് ഈ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോർമുല ഓർമ്മിക്കണം കേട്ടോ. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതിനെ dn - k എന്ന് പറയുന്നു. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എത്ര കോർഡിനേറ്റ്സ് ഉണ്ടെന്നാ പറയുന്നത് അല്ലേ. സോ ഇതിൽ വന്നിട്ട് കോർഡിനേറ്റ്സ് ഇപ്പൊ നമുക്ക് ഇത് പറയാം, ഇത് എക്സ് ആൻഡ് വൈ ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഡിഗ്രി എത്രയാണ്? സോറി, ഡി എത്രയാണ്? ഡയമെൻഷൻ എത്രയാണ്? 2 ആണ്. പിന്നെ നെക്സ്റ്റ് എൻ, നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഇവിടുത്തെ പാർട്ടിക്കിൾ എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ബോബിനെയാണ് അല്ലേ. സോ ഈ ബോബിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പൊ n = 1 ഇത് കിട്ടി, ഒരു സ്ട്രിങ്. പിന്നെ ഇവിടെ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, -k. ഓക്കെ, ഇവിടെ ഫോർമുലയിൽ dn - k എന്നാണ് പറയുന്നത്. സോറി, ഇവിടെ c എന്നിട്ടു. നമുക്ക് ചില ബുക്സുകളിൽ c എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില ബുക്സിൽ എന്താ പറയുന്നു, k എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് dn - c അല്ലെങ്കിൽ dn - k എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ k എന്ന് പറഞ്ഞാൽ എന്താണ് റിസ്ട്രിക്ഷൻ ചെയ്യുന്നത്, കൺസ്ട്രെയിൻ ചെയ്തിരിക്കുന്ന റീസൺ എന്താണ്? ഈ ത്രെഡ് ആണ് അല്ലെ, സ്ട്രിങ്ങിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഈ വാല്യൂ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. dn - k, ഡിയുടെ എത്രയാണ്? 2 x and y ഇൻറ്റു 1 ബോബ് ആണ് നമ്പർ ഓഫ്
പാർട്ടിക്കിൾ മൈനസ് ഇവിടെ എന്ത് കിട്ടി, സ്ട്രിങ് എത്രയാണ്, അതിൻ്റെ കെ വന്നിട്ട് ഒരു കൺസ്ട്രെയിൻ ചെയ്തിരിക്കുന്ന 1 ആണ്. അപ്പം നമുക്ക് ഈ സിമ്പിൾ ഓഫ് പെൻഡുലത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണ്. ബിക്കോസ് എന്തുകൊണ്ട് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്തു, ദ ലിമിറ്റേഷൻ ഓർ റെസ്ട്രിക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് നമ്പർ ഓഫ് കോർഡിനേറ്റ്സ്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഒരു പാർട്ടിക്കിൾ ഫ്രീ മോഷനിലാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് എപ്പോഴും XYZ ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയേണ്ടത് ഈ മൂവ്മെന്റിൽ ഫ്രീ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിൽ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇപ്പം ഡിഗ്രി ഓഫ് ഫ്രീഡം മനസ്സിലായല്ലോ. പിന്നെ കൺസ്ട്രെയിൻ മനസ്സിലായി. കൺസ്ട്രെയിൻ്റെ ഫോർമുല എന്താണ്, തടസ്സം, റെസ്ട്രിക്ഷൻ, തടസ്സം വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒരു മൂവ്മെന്റിൽ ഒരു തടസ്സം വന്നു. അപ്പൊ ഞങ്ങൾ അതിന് ഒരു സിമ്പിൾ പെൻഡുലത്തിന് ഒരു എക്സാമ്പിൾ എടുത്തിട്ടു. ഇതിൽ തടസ്സം വന്നിരിക്കുന്നത് ഈ സ്ട്രിങ്ങിനെ കെട്ടി വച്ചിരിക്കുന്നതാണ് ഇതിന്റെ തടസ്സം. ക്ലിയർ ആയല്ലോ. അപ്പൊ അതിന് നമ്മൾ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞു. എന്താണ്, DN - K എന്ന് പറയും. എങ്കിലേ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കുറച്ചുകൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. നമുക്ക് ജനറലൈസ് കോർഡിനേറ്റ്സ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ എന്താണെന്ന് പറയാം. Let a set of Q1, Q2, Q3, Qn of independent variable be identified. ഓക്കെ, ഇവിടെ നമ്മൾ കൂടുതലും ഇതില് എന്താ പറയാ, സ്പെഷ്യലി ഈ ലഗ്രാഞ്ചിയൻ ഇക്വേഷനിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്നത് ഈ ലെറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. Q1 പാർട്ടിക്കിൾ എന്നും Q1 എന്നും വേരിയബിൾ ആയിട്ടുള്ള ടിൽ നമ്പർ ഓഫ് Qn വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. These variables are called generalized coordinates. Okay. So ഇവിടെ ഇപ്പം നമ്മൾ എന്താ പറയുക, നമുക്ക് ഇതിനെ ജനറൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നു. ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവിടെ ഒരു നോ ഡയറക്ഷൻ, ബിക്കോസ് ഇതെല്ലാം സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആണ്. ഈ ജനറലൈസ് കോർഡിനേറ്റ്സിന് വന്നിട്ട് സ്കെയിലർ ക്വാണ്ടിറ്റീസിലാവുമ്പോൾ ഇവിടെ എന്ത് പറയും, നമുക്ക് നോ ഡയറക്ഷനെ കുറിച്ചൊന്നും ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പം സോ ദ സിസ്റ്റം ഈസ് സെഡ് ടു ഹാവ് ആൻ n ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ സപ്പോസ് ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് n ഡിഗ്രി ഓഫ് ഫ്രീഡം ഓർ n ജനറലൈസ് കോർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഡീറ്റെയിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. യൂസ് ദ വേർഡ് ജനറലൈസ് മീൻസ് ഫ്രീ us from continuing to any coordinate system so we can choose whatever parameters. ഓക്കെ, ഇവിടെ ഈ കോർഡിനേറ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിലും ഒരു കോൺഫിഗറേഷൻ സ്പേസ് അല്ലെങ്കിൽ സം ഇമാജിനറി പാരാമീറ്റേഴ്സ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് XYZ കോർഡിനേറ്റ്സ് ആണെന്നറിയാം, പക്ഷെ ഇത് പോരാതെ നമുക്ക് ഒത്തിരി കോർഡിനേറ്റ്സ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിതിൽ ടൈം യൂസ് ചെയ്യാൻ പറ്റും, പ്രഷർ, അങ്ങനെ ഒത്തിരി. നമ്മൾ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ എന്താ പറയുക, ഇവിടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇല്ല ആക്ച്വൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെയാണ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. P, T, X, Y, Z. ക്ലിയർ ആയല്ലോ. സോ ഇതിന് എന്താ പറയും, സം ഇമാജിനറി പാരാമീറ്റേഴ്സ് ഓർ വേരിയബിൾ ഓർ n ഡയമെൻഷണൽ സ്പേസ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പാരാമീറ്റേഴ്സ് മീൻസ് X, Y, Z, T, theta, P, ലൈക്ക് ദാറ്റ്. ഇനി നെക്സ്റ്റ് ഒരു വൺ ഓഫ് ദ മെയിൻ ടോപ്പിക്കാണ് ഈ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ളത്, വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഈ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ എന്താണ്? വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സിസ്റ്റം റെഫർ ടു എ ചേഞ്ച് ഇൻ ദ കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് എനി ആർബിറ്ററി ഇൻഫൈനൈറ്റസിമൽ ചേഞ്ച് ഓഫ് ദ കോർഡിനേറ്റ്സ് ഡെൽറ്റ ഓർ എന്ന് പറയുന്നത്. എന്താ ഇതിന്റെ മീനിങ് എന്താണ്? ഫോർ എക്സാമ്പിൾ, എന്താണ് നമുക്ക് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഇമാജിൻ ചെയ്യുന്നത്. വെർച്വൽ എന്ന് പറഞ്ഞാൽ ഇമാജിൻ ആണ് അല്ലേ? അപ്പൊ ഇമാജിൻ ഒരു മൂവ്മെന്റ് ആണ്, ഒരു ചേഞ്ച് ആയി എന്ന് നമ്മൾ കരുതുന്ന ചില സിറ്റുവേഷൻസ് ക്ലാസിക്കൽ മെക്കാനിക്സിലും ഉണ്ടാവാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ബോക്സ് ഇരിക്കുന്നു അല്ലേ? ഈ ബോക്സിന് എന്താ ചെയ്യുന്നത്, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് കുറച്ച് മൂവ് ആവും. എത്ര? 5 സെന്റിമീറ്റർ മൂവ് ആയി. അല്ലെങ്കിൽ ഇതിന് ഈ ബോക്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളൊരു ടേബിൾ ആണെന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കബോർഡ് ആണെന്നോ വിചാരിച്ചോളൂ. അപ്പോൾ ഈ ചെയ്യുമ്പോൾ കുറച്ച് മൂവ് ആയി. അപ്പോൾ ഓക്കെ, എഗ്രി ദാറ്റ്. പിന്നെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, കുറച്ച് ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റി, നമ്മൾ അതേ ഫോഴ്സ് കൊടുക്കുമ്പോൾ കുറച്ച് ദൂരം, അത്രയും ടൈറ്റ് ആയിട്ട് 2 സെന്റിമീറ്റർ വരെ മൂവ് ആയി കഴിഞ്ഞു.
പക്ഷെ ചില സിറ്റുവേഷൻസിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ ബോക്സ് നമുക്കത് മൂവ് ആയില്ല. പക്ഷേ എത്ര മൂവ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1000 ആ ഒരു സെന്റിമീറ്ററിലാണ് മൂവ് ആയത്. മൂവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നതാണ് സത്യം. പക്ഷെ ഇതിൽ പറയുന്നു അത് മൂവ് ആയി എന്നാണ്. ഒരു വെർച്വൽ എന്താ പറയുക, ഒരു ഡിസ്പ്ലേസ്മെന്റ് നടന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ ക്ലിയർ ആയോ? സോ പക്ഷെ ആക്ച്വലി ഇത് മൂവ് ആയോ എന്ന് കേട്ടാൽ മൂവ് ആയില്ല. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഓക്കെ, സോ ഈ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ നമ്മൾ പറയുന്നത് മീൻസ് ക്ലാസിക്കൽ മെക്കാനിക്സില് ഡെൽറ്റ ആർ ഐ എന്നാണ് പറയുന്നത്. ആർ ഐ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ. സോ ഇതിന്റെ ഈ മൂവ്മെന്റ്സ്, സോ ഇതിനെ ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു ഡെൽറ്റ ആർ ഐ എഫ് Q1 Q2 Q3 എന്ന് പറയുന്ന ഇത് ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഇതിനകത്ത് എന്താ ഉണ്ട്? ഒത്തിരി പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. സോ ഒരു പാർട്ടിക്കിൾ അല്ല, ഒത്തിരി പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ എല്ലാ പാർട്ടിക്കിൾസിനെയും നമ്മൾ ഇത് വിത്ത് ടൈമുമായിട്ട് നമുക്ക് ഇത് വച്ചിരിക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒന്ന് എടുത്തോ. ഓക്കെ, ഇവിടെ എന്താ എടുത്തിരുന്നു? ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതൊരു ലാഡർ ആണെന്ന് വിചാരിച്ചോളൂ. ഈ ലാഡറിൽ എന്താ എങ്ങനെ വെച്ചാൽ ഈ ലാഡർ വർക്ക് ആവുന്നു അല്ലേ? അല്ല, നമ്മൾ കുറച്ച് ടിൽറ്റ് ചെയ്ത് വെച്ചാലും നമുക്ക് ഇവിടെ നിന്ന് കയറിപ്പോവാം. പക്ഷെ ഇതില് എന്താ പറയുക, നമുക്ക് പറയുന്നത് ഇവിടെ ഒരു വെർച്വൽ മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. ഇതിനും ഇടയ്ക്ക് ചെറിയൊരു മൂവ്മെന്റ് നടന്നിട്ടുണ്ട്. അതാണ് ഒരു ഇമാജിനറി മൂവ്മെന്റ് ആണ്, നമ്മളെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. ഓക്കെ, സോ ഇതിനെയാണ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. ഈ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ വെർച്വൽ, ഇനി അടുത്തൊരു ടേം വരും വെർച്വൽ വർക്ക് എന്നൊക്കെ പറയും. ഓക്കെ, ഇതെല്ലാം വന്നിട്ട് ആക്ച്വലി ഇത് ഒന്നുമില്ല, നമ്മളുടെ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ അല്ലെങ്കിൽ ലഗ്രാഞ്ചിയുടെ ഒരു ടെക്നിക്കാണത്. സോ ഇന്ന് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ലഗ്രാഞ്ചി ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ എന്താ അവിടെ ഇട്ടു? ഡെൽറ്റ ആർ ഐ എന്നിട്ടു. സോ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്കിന് എന്താ പറയുക നമ്മൾ? ഡെൽറ്റ ഡബ്ല്യു. ഈ എന്തുകൊണ്ട് ഈ വേർഡ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കാൽക്കുലേഷനിലോട്ടൊക്കെ പോകുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഞാൻ തിരിച്ചു റിപ്പീറ്റ് ചെയ്യുന്ന കാരണം. സോ ഇതില് വെർച്വൽ വർക്ക് ഈസ് ഇമാജിനറി വർക്ക്. നമ്മൾ അവിടെ പറഞ്ഞ പോലെ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ഒരു മൂവ്മെന്റ് ആയിരുന്നു അല്ലേ. സോ അതുപോലെയാണ് വെർച്വൽ വർക്ക് എന്ന് പറയുന്നതും ഒരു ഇമാജിനറി വർക്ക് ഡൺ വെൻ എപ്പോഴാണ്? വെൻ എ പാർട്ടിക്കിൾ സബ്ജക്റ്റഡ് ടു എ നമ്പർ ഓഫ് ഫോഴ്സസ് ഈസ് മൂവ്ഡ് വിത്ത് എ സ്മോൾ ഇമാജിനറി ഡിസ്റ്റൻസ്. ഇതിനൊന്ന് എന്ത് മനസ്സിലായി? നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞായിരുന്നു അല്ലേ. ഇവിടെ എന്തിരിക്കുന്നു? മൂവ് ചെയ്യുന്നു വെച്ചോ. ഇവിടെ ഇത് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു അവിടെ നമ്മൾ എന്താ ചെയ്തു? ലെഫ്റ്റിലെ ഒരു ബോക്സിനെ പുഷ് ചെയ്തായിട്ട് കാണിച്ചു അല്ലേ. അപ്പൊ ആ ബോക്സ് പുഷ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണു? നമ്മളൊരു അഡീഷണൽ ഫോഴ്സ് കൊടുത്തു എന്ന്, അതൊരു ഇമാജിനറി വർക്ക് ചെയ്തു എന്നല്ലേ പറയുന്നത് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ അപ്പൊ ഈ കേസിൽ എന്താ പറയുക? നമുക്ക് വെർച്വൽ വർക്ക് ഈക്വൽ ടു ഫോഴ്സ്. ഒരു ഫോഴ്സ് കൊടുത്തു എന്ന് പറഞ്ഞു. ആ ഫോഴ്സിന് എന്താ പറയുന്നത് നമ്മൾ? ഒരു ഇമാജിനറി നമ്പർ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇത് ജസ്റ്റ് പുഷ് ചെയ്തു എന്ന് വെച്ചോ. ഈ പ്ലസ് ഈ പുഷ് ചെയ്യുമ്പോഴല്ലേ അവിടെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നുള്ളൂ അല്ലേ. അപ്പൊ നമുക്കിതിങ്ങനെ എഴുതാം: വർക്ക് ഡൺ ഈക്വൽ ടു Fi ഇൻറ്റു ഡെൽറ്റ ആർ എ. പക്ഷെ ഇവിടെ ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? വർക്ക് ചെയ്തിട്ടില്ല അല്ലേ. കാരണം ഇവിടെ ഇപ്പൊ ഒരു ബോക്സ് നമ്മൾ പുഷ് ചെയ്തു എന്ന് പറയാണ് അല്ലെ. എന്താ ഇമാജിനറിയിൽ നമ്മൾ പറയുന്നു ഇവിടെ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ ഈ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 100% ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുമല്ലോ അല്ലെ. ഈ ഫോഴ്സ് കൊടുക്കുമ്പോഴല്ലേ അവിടെ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത്. അപ്പൊ ഫോഴ്സും വെർച്വൽ ഡിസ്പ്ലേസ്മെന്റും നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയാം. സോ ഇപ്പൊ വർക്ക് ചെയ്തതിന് എന്താ പറയാ? ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നു, ഈക്വൽ ടു ആ ചെയ്ത വർക്ക് ഫോഴ്സിന് എന്താ പറയുന്നു? Fi എന്ന് കൺസിഡർ ചെയ്തു,
പിന്നെ ഡെൽറ്റ ആർ എന്ന് പറയുമ്പോൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. പക്ഷെ ഓവറോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ 0 എന്ന് പറയാം. ഓക്കെ, ഇതെല്ലാം ടെക്നിക്കാണ്, ഞാൻ തിരിച്ചും പറയാണ്, ഓരോ ടെക്നിക്കുകൾ ആണ്. പിന്നെ ഈ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു സമ്മേഷൻ ഓഫ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കിളല്ലേ പറഞ്ഞോളൂ അല്ലേ, പക്ഷെ ഇത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ കാര്യമുണ്ട്. അപ്പം നമുക്ക് പറയാം 1 to n fi ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു 0. പക്ഷെ ഇവിടെ ഒന്നുമില്ല, അതേ ഇക്വേഷൻ അതേ തന്നെ സെക്കൻഡിൽ വന്നപ്പോൾ സമ്മേഷൻ കൂടെ ഇട്ടു. എന്ന് വെച്ചാൽ ഇത് ഒരു പാർട്ടിക്കിൾ അല്ല, ഇത് ഒരുപാട് പാർട്ടിക്കിൾ ആണെന്നാണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്താ പറയാം, ith പാർട്ടിക്കിൾ എന്ന് എടുക്കുകയാണ് അല്ലേ. ഇവിടെ എന്താ പറയാ, ith പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരെണ്ണമല്ല, ഇതൊരു ഒരുപാട് ഡീറ്റെയിൽ കുറേ എന്താ പറയാ, ഒരു ഗ്രൂപ്പ് ഉദ്ദേശിച്ചാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. ith പാർട്ടിക്കിൾ എടുത്തു. പിന്നെ ഇവിടെ നമ്മൾ ഈ വർക്ക് ഫോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഈ ഫോഴ്സ്. പക്ഷെ നമുക്ക് ഈ ഫോഴ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഫോഴ്സ് Fi എന്ന് പറയുന്നത് എന്താണ്? ഈ Fi എന്ന് പറയുന്നത് ഇവിടെ Fi A ഈക്വൽ ടു, ഇതൊരു ആക്ച്വൽ ഫോഴ്സ് ആണ് അല്ലേ. ഓക്കെ, Fi A ഡെൽറ്റ ആർ ഐ. ഇപ്പൊ ഇത് നമുക്കറിയാം, ആൾറെഡി അറിയാം. ഇത് വന്നിട്ട് ഒരു ആക്ച്വൽ ഫോഴ്സ് ചെയ്തു എന്നാണ് ഇതിന്റെ മീനിങ്. സോറി, ഇവിടെ ഒന്ന് പ്ലസ് വരും. ഓക്കെ, വരില്ല. ഓക്കെ, പ്ലസ് FIC കൺസ്ട്രെയിൻ ഡെൽറ്റ ആർ ഐ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇത് തന്നെ എടുത്തോ, നമ്മൾ സീസോ പോലത്തെ സംഭവം. ഇതിൻ്റെ അകത്ത് ഈ ബോളിന് ഇതിനിടയ്ക്ക് ഒരു കൺസ്ട്രെയിൻ വരുന്നുണ്ട് അല്ലേ. ഈ തടസ്സമാണ് ഒരു ഫോഴ്സ് ആണ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ഇതിനിടയിൽ ഒരു ഇതുണ്ട്, എന്തെങ്കിലും ഒരു കൺസ്ട്രെയിൻ തടസ്സം വരുന്നുണ്ട് അല്ലേ. ഈ തടസ്സത്തിനെ അല്ലെ ഈ കൺസ്ട്രെയിനെ നമുക്ക്, ഈ കൺസ്ട്രെയിൻ വരുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ അല്ലേ. ഈ കൺസ്ട്രെയിൻ വരുമ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഈ സീസോ എടുക്കുമ്പോഴും ഇവിടെ എന്താ ചെയ്യുന്നു, ഒരു കൺസ്ട്രെയിൻ ഫോഴ്സും ഉണ്ട് എന്നാണ് ഇതിന്റെ പേര്. നമുക്ക് ഇമാജിനറി കൺസ്ട്രെയിൻ ഫോഴ്സ് എന്ന് പറയാം. അപ്പൊ ഈ കൺസ്ട്രെയിൻ ഫോഴ്സും കൂടെ ചേരുന്നു എന്നതാണ് ഈ ഫോഴ്സ് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു, ഇതിന്റെ ടോട്ടൽ ഫോഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക, അപ്ലൈഡ് ഫോഴ്സ് പ്ലസ് കൺസ്ട്രെയിൻ ഫോഴ്സ്. ഓക്കെ, ഇവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ ചെയ്തു, കൂടെ എന്താ പറയുക, ഒരു കൺസ്ട്രെയിൻ എന്തോ അത് വന്നിട്ട് ഫ്രിക്ഷൻ ആവാം, പല രീതിയിലാവാം അല്ലേ. പക്ഷെ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു കൺസ്ട്രെയിൻ ഫോഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ എഴുതാം, സമ്മേഷൻ ഓഫ് ith 1 into n FIA ഡെൽറ്റ ആർ ഐ. FIA ഡെൽറ്റ ആർ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്ലൈഡ് ഫോഴ്സ് ആണ്, പ്ലസ് കൺസ്ട്രെയിൻ ഫോഴ്സ്. അതാണ് ഇവിടെ ഞാൻ A കൊടുത്തിരിക്കുന്നത് അപ്ലൈഡ് ഫോഴ്സ് ആണെന്നും ഇവിടെ C കൊടുത്തിരിക്കുന്നത് കൺസ്ട്രെയിൻ ഫോഴ്സ് ഒന്ന് കൊടുത്തിരിക്കുന്നു. പക്ഷെ ഇവിടെ ബേസിക്കലി വി അസ്യൂം ദാറ്റ് നോട്ട് വെർച്വൽ ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻ ടു ബി 0. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊരു മൂവ്മെന്റ് നടന്നിട്ടില്ല, അതിന്റെ ഒരു എന്താ പറയാ, കൺസ്ട്രെയിൻ ഫോഴ്സ് ഉണ്ടെന്ന് നമ്മളിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ആക്ച്വൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ എന്താ പറയാ, കൺസ്ട്രെയിൻ ഫോഴ്സ് വന്നിട്ട് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആക്ച്വൽ വെർച്വൽ വർക്ക് ഡൺ എത്ര ചെയ്തു, സമ്മേഷൻ ഓഫ് I ഈക്വൽ ടു 1 to n FIA ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു 0. ഓക്കെ, സോ FIA ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു 0. ഇത് എത്രയാണോ ആക്ച്വൽ ഫോഴ്സ് നമ്മൾ കൊടുത്തത് അതാണ് അതിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നത് ഒന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ അത് വലിയതൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ. നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ലഗ്രാഞ്ചിയിലെ മെയിൻ വന്നിട്ട് ഇതൊക്കെ ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് മെയിൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് ഈ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്നും എന്താണ് ഈ വെർച്വൽ വർക്ക് എന്നും പറയുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ വാട്ട് ഈസ് ഡി-ആലംബർട്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ചെയ്തെന്ന് നമുക്ക് നോക്കാം. ഇതും ഒരു മെയിൻ വൺ ഓഫ് ദ എന്താ പറയാ, ഇത് ലഗ്രാഞ്ചിയൽ ഇക്വേഷൻസിന്റെ മെയിൻ പോയിന്റ് ആണ് കേട്ടോ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലഗ്രാഞ്ചിയൽ ഡി-ആൽബർട്ടിൻ പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ഡി-ആൽബർട്ടിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെയിം ആഫ്റ്റർ ദ ഫ്രഞ്ച് മാത്തമെറ്റീഷ്യൻ ആൻഡ് ഫിസിഷ്യൻ ജീൻ ലീ റൊണാൾഡ് ഡി ആൽബർട്ട് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്
ഇതിന്റെ കോൺട്രിബ്യൂഷൻ ചെയ്ത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഇറ്റ് ഈസ് ആൻ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണ്? F=ma ആണെന്ന് അറിയാം അല്ലെ? സോ ഇതിലെ ഇവർ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഡി-ആൽബർട്ട് പ്രിൻസിപ്പിളില് അദ്ദേഹം ഇതിനെ അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ F=ma എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് റിപ്രസെന്റഡ് ആസ് F മൈനസ് ma ഈക്വൽ ടു 0. ഡി-ആൽബർട്ട് പ്രിൻസിപ്പിളിൽ അതിനെന്തോ പറഞ്ഞു? ഒരു നെഗറ്റീവ് ഫോഴ്സ് ആക്കി അല്ലെ, റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആക്കി. അപ്പൊ എന്താണ് ഈ റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ റിവേഴ്സ് ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഇതിലെ ഡി-ആൽബർട്ട് ഇറ്റ് ഈസ് സ്റ്റേറ്റ് ദാറ്റ് നമുക്കിതിൽ പറയാം virtual displacement, the particle in the system will be in equilibrium if the sum of the difference between force acting and the derivatives of momentum are equal to 0. So ഇവിടെ ഒരു അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് ആക്ച്വൽ ഫോഴ്സ് ഉണ്ട്, റിവേഴ്സ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇത് രണ്ടും നമ്മൾ ഇക്വിലിബ്രിയം ചെയ്യുമ്പോൾ ഇത് രണ്ടും എന്തുവാണ്? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0 ആയിട്ടാണ് വരുന്നത്. അത് മീൻസ് ഈക്വൽ ആണ് അല്ലേ? So it can be said that object in the real force acting on it, F is the real force while minus ma. So നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ഫോഴ്സ് റിവേഴ്സ് മൈനസ് ma കൺവേർട്ട് ചെയ്തപ്പോൾ സമ്മേഷൻ i ഈക്വൽ ടു Fi മൈനസ് mi ഡെൽറ്റ Ri. നമ്മൾ അവിടെ ആൾറെഡി പഠിച്ചതായിരുന്നു. എന്താ പറഞ്ഞു? Fi ഡെൽറ്റ Ri നമുക്കറിയാം അല്ലേ, എന്തോന്നിലാണ്? പക്ഷെ ഡി-ആൽബർട്ട് പ്രിൻസിപ്പിൾ ഏതിനാണ് എടുത്തത്? ഇതൊരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റിൽ നിന്നുമാണ് അല്ലെങ്കിൽ വെർച്വൽ വർക്കിൽ നിന്നുമാണ് ഇത് എടുത്തത് കേട്ടോ. സോ ഇതിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ആക്ച്വൽ ഫോഴ്സ് ഒരു ബോക്സ് ആണ്, മൂവ് ചെയ്യണം, ആക്ച്വൽ ഫോഴ്സ് ഉണ്ട്, അതിന്റെ റിവേഴ്സ് എഫക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോഴാണ് ആ സിസ്റ്റം വന്നിട്ട് ഒരു ഇക്വിലിബ്രിയം സിസ്റ്റമിലോട്ട് മാറാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ Fi എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ അപ്ലൈഡ് ഫോഴ്സ് ആണ്. mi എന്നിട്ട് മാസ് ഓഫ് ദ ith പാർട്ടിക്കിൾ, ai എന്ന് പറഞ്ഞാൽ ആക്സിലേഷൻ ഓഫ് ദ ith പാർട്ടിക്കിൾ, പിന്നെ ഡെൽറ്റ Ri എന്ന് പറയുന്നത് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ith പാർട്ടിക്കിൾ. സോ ഇതെങ്ങനെയാണ്? ഇവിടെ Pi എന്ന് നമുക്ക് അറിയാം, കാരണം നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് മൊമെന്റം P ഈക്വൽ ടു ma അല്ലെ? സോ അതുകൊണ്ട് അപ്പൊ ഡി-ആൽബർട്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിനെ summation ith particle equal to Fi minus pi into എന്താണ്? virtual displacement delta Ri equal to 0. ഓക്കെ, ഈ മെയിൻ 4-5 പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ലഗ്രാഞ്ചൽ ഇക്വേഷൻസ് ഡെറിവേഷന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറെ ബേസിക് കാര്യങ്ങൾ. ഇതെല്ലാം വന്നിട്ട് നമുക്ക് പറയാം ഒരു ടെക്നിക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ അതുപോലെ ഇത് എന്താ പറയാ, സമ്മേഷൻ Fi മൈനസ് pi ഡെൽറ്റ Ri ഈക്വൽ ടു എന്താ പറയാ, ഇതിനൊരു ഇക്വിലിബ്രിയം, ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അപ്പൊ നമ്മളിവിടെ എന്താ പറയാ, ലഗ്രാഞ്ചൽ ഇക്വേഷൻസിന്റെ കുറച്ച് മെയിൻ ടെക്നിക്ക് അല്ലെങ്കിൽ കീ പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് പഠിച്ചു, കൺസ്ട്രെയിൻ എന്താണെന്ന് പഠിച്ചു, പിന്നെ കോർഡിനേറ്റ്സിലെ Q1 Q2 Q3യുടെ കോർഡിനേറ്റ്സ് പഠിച്ചു, വെർച്വൽ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് ഇപ്പോൾ ഒരു ബേസിക് ഐഡിയ അറിയാം, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് എന്താണെന്ന് അറിയാം. സോ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റിനെ ബേസ് ചെയ്ത് വാട്ട് ഈസ് ഡി-ആൽബർട്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. ഇതിൽ നത്തിങ് ഈസ് ദെയർ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് തന്നെയാണ് ഡി-ആൽബർട്ട് പ്രിൻസിപ്പിൾ ചെയ്തിരിക്കുന്നത്. ഇതിലെ F ഈക്വൽ ടു ma ആണെങ്കിൽ ഇവിടെ F ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വന്നിട്ട് റിവേഴ്സ് എഫക്റ്റീവ് ഫോഴ്സ് വന്നിട്ട് മൈനസ് Fi ഈക്വൽ ടു മൈനസ് ma. ഓക്കെ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. സോ ഇത് രണ്ടിന്റെയും ഓവറോൾ നോക്കുമ്പോൾ അതിന്റെ ഇക്വിലിബ്രിയം വന്നിട്ട് സെയിം ആണ്. സോ ഇക്വേഷൻസ് മറക്കരുത്. സോ ഇതോടെ നിങ്ങൾക്ക് മെയിൻ കുറെ കാര്യങ്ങൾ കുറച്ച് റിലേറ്റഡ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് പോകുന്നതിന് മുമ്പ് ലഗ്രാഞ്ചൽ ഇക്വേഷൻസിന്റെ കുറെ ടെക്നിക്സ് അറിഞ്ഞ് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.